ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പരിസ്ഥിതി സംരക്ഷണം ധാർമ്മികമായ കടമയായി കണക്കാക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഊർജ്ജശേഷി വികസിപ്പിക്കുന്നതിന് നോർവേയിൽ ഇന്ത്യ സമഗ്ര പഠനം നടത്തുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഐക്യരാഷ്ട്ര പൊതുസഭ അവതരിപ്പിച്ച പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ള 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സഞ്ജോഗ് ഗുപ്തയെ നിയമിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണം ധാർമ്മികമായ കടമയായി കണക്കാക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ പരിസ്ഥിതി, ആഗോള ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തലമുറകളായി രാജ്യം പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ബൊളീവിയൻ പ്രസിഡന്റ്, ഉറുഗ്വേ പ്രസിഡന്റ് എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തി. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ബ്രസീൽ തലസ്ഥാനമായ ബ്രസീലിയയിലെത്തി. സന്ദർശനവേളയിൽ ബ്രസീൽ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പുനരുപയോഗ ഊർജ്ജം, കൃഷി, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യ വിവര കൈമാറ്റം എന്നീ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവയ്ക്കുമെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. 57 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീലിയ സന്ദർശനത്തിനായി എത്തുന്നത്. ബ്രസീൽ സന്ദർശനത്തിന് ശേഷം വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നാളെ നമീബിയയിലേക്ക് തിരിക്കും. ഇന്ത്യയുടെ ഊർജ്ജശേഷി നവീകരണം, വികസനം എന്നിവ ലക്ഷ്യമിട്ട് നോർവേയിൽ വിവിധ പദ്ധതികളിൽ സമഗ്ര പഠനം നടത്തുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. നോർവേയിലെ ബെർഗനിലുള്ള നോർത്തേൺ ലൈറ്റ്സ് CO2 ടെർമിനൽ സന്ദർശിച്ച അദ്ദേഹം ഹൈഡ്രോ കാർബൺ പര്യവേക്ഷണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിദഗ്ധരുമായി ചർച്ച നടത്തി. ആഴക്കടൽ പര്യവേക്ഷണം, സംഭരണ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നോർവേയുടെ വൈദഗ്ധ്യം ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തിന് സഹായകമാകുമെന്നും ശ്രീ പുരി പറഞ്ഞു. രാജ്യത്ത് ജനസംഖ്യാ കണക്കെടുപ്പിന് മുന്നോടിയായി വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രത്യേക വെബ് പോർട്ടൽ നിലവിൽ വരുന്നു. 2027 നടക്കുന്ന സെൻസസിന്റെ 2 ഘട്ടങ്ങളിലും ഈ പോർട്ടൽ ലഭ്യമാകും. രാജ്യത്ത് ആദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇതെന്ന് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലും ലഭിക്കുന്ന മൊബൈൽ ആപ്പിലൂടെയായിരിക്കും വിവരങ്ങൾ ശേഖരിക്കുന്നത്. വികസനം, പൊതുജനക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുൻനിർത്തി ഖനന മേഖലയിൽ നിരവധി സുപ്രധാന പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതായി കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. ജയ്പൂരിൽ 7 സ്റ്റാർ, 5 സ്റ്റാർ പദവി നേടിയ ഖനികളുടെ അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖനികൾക്ക് ചുറ്റും താമസിക്കുന്ന ജനങ്ങളുടെയും ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും താൽപര്യങ്ങളുടെ സംരക്ഷണം സർക്കാരിന്റെ നയങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ശ്രീ റെഡ്ഡി പറഞ്ഞു. माइनिंग सेक्टर आज विकास, जन कल्याण और पर्यावरण संरक्षण तीनों के एक साथ आगे बढ़ रही है. रूरल एरिया में जो माइनिंग सेक्टर के आजू बाजू जिंदगी गुजारने वाले हैं, जो काम करने वाले हैं, उस सेक्टर में गरीब लोग रहते हैं, उनमें भी विश्वास दिलाना हमारा काम है. വടക്കുകിഴക്കൻ മേഖലയിലെ ജലപാതകളുടെയും സമുദ്രമേഖലയുടെയും വികസനത്തിനായി 5000 കോടി രൂപയുടെ പദ്ധതികൾ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പ്രഖ്യാപിച്ചു. ഗുവാഹത്തിയിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന തുറമുഖങ്ങളുടെ വികസനം, വർദ്ധിച്ചുവരുന്ന ജല ടൂറിസം, സമുദ്ര അനുബന്ധ ജോലികൾക്കായി 50,000 യുവാക്കളെ പരിശീലിപ്പിക്കാനുള്ള പദ്ധതികൾ എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. സമ്പർക്ക പട്ടികയിൽ 461 പേരാണുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നിലവിൽ ഒരാൾ മാത്രമാണ് നിപ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ള 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 നെഗറ്റീവാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം നിപ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വവ്വാലുകൾ ഉള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് അവയിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം സംസ്ഥാനത്തെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഐക്യരാഷ്ട്ര പൊതുസഭ അവതരിപ്പിച്ച പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. നൂതനമായ സംരംഭങ്ങളില്ലാതെയുള്ള പതിവ് സമീപനം അഫ്ഗാൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര സമൂഹം വിഭാവനം ചെയ്യുന്ന ഫലം നൽകില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സഞ്ജോഗ് ഗുപ്തയെ നിയമിച്ചു. കായിക തന്ത്രങ്ങളിലും വാണിജ്യവൽക്കരണത്തിലും ഗുപ്തയുടെ പരിചയസമ്പത്ത് ഐസിസിക്ക് ഗുണകരമാകുമെന്ന് ഐസിസി ചെയർമാൻ ജയ് ഷാ പറഞ്ഞു. പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കളത്ത് ക്വാറിയിൽ ജോലിക്കിടെ പാറയിടിഞ്ഞ് വീണ് എക്സ്കവേറ്റർ കുടുങ്ങിക്കിടക്കുന്ന അതിഥി തൊഴിലാളികൾക്കായി രക്ഷാദൌത്യം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട പയ്യനാമണ്ണിൽ എക്സ്കവേറ്ററിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ അജയ് റായിക്കായുള്ള തിരച്ചിലാണ് ഇന്ന് രാവിലെ 7 ആരംഭിച്ചത്. ഫയർഫോഴ്സ്, എൻഡിആർഎഫ്, പോലീസ് എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അപകടകരമായി പാറയിളകി വീഴുന്നതിനാൽ വളരെ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെ മറ്റുള്ളവർ ക്വാറിയിൽ പ്രവേശിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ക്വാറിയിടിഞ്ഞ് തൊഴിലാളി മരണപ്പെട്ട സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി അഡീഷണൽ ലേബർ കമ്മീഷണർ കെ ശ്രീലാലിന് നിർദ്ദേശം നൽകി. മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും തൊഴിൽ വകുപ്പ് കൈക്കൊള്ളും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 11 വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കനത്ത മഴയെ തുടർന്ന് നാഗാലാൻഡിൽ പരക്കെ നാശനഷ്ടം. വിവിധ ജില്ലകളിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം വീടുകളും പാലങ്ങളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടെ തകർന്നതായാണ് റിപ്പോർട്ട്. മണ്ണിടിച്ചിലിൽ റോഡുകൾ തകർന്നതിനെ തുടർന്ന് പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉത്തരാഖണ്ഡിലും കനത്ത മഴ തുടരുകയാണ്. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. റോഡുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏപ്രിലിൽ പ്രഖ്യാപിച്ച അധിക തീരുവയ്ക്ക് നൽകിയ താൽക്കാലിക ഇളവ് നാളെ അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. വിവിധ രാഷ്ട്രത്തലവന്മാർക്ക് തീരുവയുമായി ബന്ധപ്പെട്ട കത്തുകൾ അയക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ താരിഫ് പ്രഖ്യാപനം. മ്യാൻമർ, ലാവോ, ദക്ഷിണാഫ്രിക്ക, കസാഖിസ്ഥാൻ, മലേഷ്യ എന്നീ 5 രാജ്യങ്ങൾക്ക് കൂടി ട്രംപ് അധിക ചുങ്കം ഏർപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ ലോക 1 നമ്പർ യാനിക് സിന്നർ ക്വാർട്ടർ ഫൈനലിലേക്ക്. പ്രീ ക്വാർട്ടറിൽ എതിരാളിയായ ഗ്രിഗോർ ദിമിത്രോവിന് പരിക്കേറ്റതിനെ തുടർന്ന് മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നതോടെയാണ് യാനിക്കിന്റെ മുന്നേറ്റം. അതിനിടെ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഓസ്ട്രേലിയയുടെ അലക്സ് ഡി മിനോറിനെയാണ് പ്രീ ക്വാർട്ടറിൽ ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തുന്നു. സമരം ഒഴിവാക്കാൻ ബസ് ഉടമകളുമായി ഗതാഗത കമ്മീഷണർ ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഉടമകളുമായി വീണ്ടും ചർച്ച നടത്തും. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. യുഎസിലെ ടെക്സാസിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 91 പേർ മരിച്ചു. മരിച്ചവരിൽ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്ന 27 കുട്ടികളും കൌൺസിലർമാരും ഉൾപ്പെടുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ക്യാമ്പിൽ 700ഓളം കുട്ടികൾ ഉണ്ടായിരുന്നുവെന്ന് ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് ഏകദിന പരമ്പരയിൽ ഇന്ത്യ അണ്ടർ-19 ടീമിന് ജയം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3 ഇന്ത്യ സ്വന്തമാക്കി. ഈ മാസം 12 മുതൽ അണ്ടർ-19 ഇന്ത്യൻ ടീം ബെക്കനാമിൽ ഇംഗ്ലണ്ടിനെതിരെ 2 യൂത്ത് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതി സംരക്ഷണം ധാർമ്മികമായ കടമയായി കണക്കാക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഊർജ്ജശേഷി വികസിപ്പിക്കുന്നതിന് നോർവേയിൽ ഇന്ത്യ സമഗ്ര പഠനം നടത്തുന്നതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഐക്യരാഷ്ട്ര പൊതുസഭ അവതരിപ്പിച്ച പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ള 46 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സഞ്ജോഗ് ഗുപ്തയെ നിയമിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഏർപ്പെടുത്തിയ അധിക ഇറക്കുമതി തീരുവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.